പേജ് നമ്പർ 39 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സദാവ് വാസ് ഓൾ സെറ്റ് ടു ഓപ്പറേറ്റ് ദി എനിമി ആൻഡ് ഹന വാസ് ടോട്ടലി സർപ്രൈസ്ഡ്. എന്തൊക്കെയായാലും ഹന ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അടുത്ത് നിൽക്കുമ്പോൾ ഹസ്ബൻഡ് പറയും, സദാവ് പറയും, ചിലപ്പോൾ അവന് അനസ്തീഷ്യ കൊടുക്കേണ്ടി വരും, അപ്പം നീ ഒന്ന് അനസ്തീഷ്യ ഇഞ്ചെക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഹന പറയും, ഞാനോ? കാരണം ഹന ആദ്യമായിട്ടാണ്, ഇത്രയും വലിയ സർജൻ്റെ വൈഫാണെങ്കിൽ പോലും ഹസ്ബൻഡ് സർജൻ ആയതുകൊണ്ട് വൈഫ് ഒരു ഓപ്പറേഷൻ കാണണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഹനയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പം സദാവ് പറയും, നീ പേടിക്കണ്ട, അധികം പ്രശ്നമൊന്നും വരില്ല, ഞാൻ തരുന്ന മരുന്ന് നീ ഇഞ്ചെക്റ്റ് ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞ് സദാവ് പേഷ്യൻറ്റിനെ നോക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഹി റിയലൈസസ് ദാറ്റ് എ ലോട്ട് ഓഫ് ബ്ലഡ് ഈസ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദ വൂണ്ട്. അദ്ദേഹം ഒരു മിടുക്കനായ സർജൻ ആണെന്നുള്ള എല്ലാ തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കാം ഈ ഒരു പേജിൽ. സോ he is explaining that his wound is very deep and the bullet is still there in his body. ആ ബുള്ളറ്റ് ഇപ്പോഴും അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ റോക്കിലൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്ന വൂണ്ടും കുറച്ച് ആഴത്തിലുള്ളത് തന്നെയാണ്. പിന്നെ ഇത്രയും നേരം ഒഴുകിപ്പോയ രക്തം എന്ന് പറയുന്നത് ഒരു സിവിയർ ലോസ് ഓഫ് ബ്ലഡ് ആണ് എന്നൊക്കെ ഒരു നിഗമനത്തിൽ എക്സ്പേർട്ടായ നമ്മുടെ സദാവ് എത്തും. അപ്പം മുറിവിലൂടെ ഇങ്ങനെ ബ്ലഡ് വരുന്നതും ഒക്കെ കാണുമ്പോഴത്തേനും നമ്മുടെ ഹനയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നും, ഛർദ്ദിക്കാൻ വരും. പെട്ടെന്ന് തന്നെ ചുമയ്ക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് സദാവ് ഹനീനെ നോക്കുമ്പോൾ ഹന ഓൾമോസ്റ്റ് തലകറങ്ങി വീഴാറായ ഒരു സ്റ്റേജിൽ നിൽക്കും. അപ്പോൾ നമ്മളുടെ സദാവ് ഷാർപ്പായിട്ട് പറയും, നീ ഇവിടെ തലകറങ്ങിയൊന്നും വീഴരുത്, കാരണം എനിക്കിപ്പോൾ നിന്നെ താങ്ങാൻ പറ്റില്ല, ഇയാളെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇയാൾ മരിച്ചു പോകും എന്ന് പറയും. ഹന അപ്പോൾ വായ പൊത്തിക്കൊണ്ട് പുറത്ത് ബാൽക്കണിയിലോട്ട് ഓടും. അവിടെ പോയിട്ട് ഛർദ്ദിക്കുന്ന സൗണ്ട് കേൾക്കും. പക്ഷേ അപ്പോഴും സദാവ് ഇത്രയും ഇഷ്ടപ്പെടുന്ന വൈഫ് ബുദ്ധിമുട്ടുന്ന കണ്ടിട്ടും പേഷ്യൻറ്റിനെ വിടാതെ തന്നെ പേഷ്യൻറ്റിനെ നന്നായി ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സദാവ് വിചാരിക്കും, അവൾ ഛർദ്ദിച്ച് അവളുടെ സ്റ്റൊമക്ക് എംപ്റ്റി ആക്കും തന്നെയാണ് അവൾക്ക് നല്ലത് എന്ന് ചിന്തിച്ചിരിക്കും. പക്ഷേ ഹീ ഈസ് ഇറിറ്റേറ്റഡ് ആൻഡ് ഹീ ഈസ് ഇംപേഷ്യൻറ്റ് ബിക്കോസ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ഗോ ടു ഹിസ് വൈഫ് ഹൂ ഈസ് ഫീലിംഗ് സിക്ക് റൈറ്റ് നൗ. ഓക്കെ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗിവൻ ഓൺ പേജ് നമ്പർ 33. മൂവിങ് ഓൺ ടു പേജ് നമ്പർ 34. ഇതിനകത്ത് പറയുന്നത്, ആസ് സദാവ് വാസ് ഓപ്പറേറ്റിംഗ് ദ എനിമി ഹി വാസ് തിങ്കിങ് ഹിംസെൽഫ് അൺകോൺഷ്യസ്ലി ദാറ്റ് വൈ ആം ഐ ഡൂയിങ് ദിസ്, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എൻ്റെ ഒരു എനിമി ആയിട്ട് പോലും ഞാൻ എന്തിനാണ് ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച്. ബട്ട് ഈവൻ ദോ ഹി വാസ് തിങ്കിങ് ലൈക്ക് ദിസ്, ഹി വാസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി വെരി ഡെഡിക്കേറ്റ്ലി. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ പേഷ്യൻറ്റ് ഒന്ന് ഗ്രോൺ ചെയ്യും, ഒരു ഒച്ച ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ തന്നെയാണ് ഹന കയറി വരുന്നത്. എന്നിട്ട് ഹന, who was actually vomiting, she comes inside and she asks for anesthesia and she is saying, എവിടെയാണ് അനസ്തീഷ്യ, ഞാൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ സദാവ് പറയും, നമ്മൾ ക്ലോറോഫോം മണപ്പിക്കുമല്ലോ ബോധം കെടുത്താൻ വേണ്ടി, ആ ഒരു പ്രോസസ്സാണ് ഇവിടെ സദാവ് പറയുന്നത്. കുറച്ച് കോട്ടണിൽ ആ ബോട്ടിലിൽ നിന്നുള്ള ആ ഒരു ലിക്വിഡ് എടുത്തിട്ട് പേഷ്യൻറ്റിൻ്റെ മൂക്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ മതി. അത് നന്നായി ബ്രീത്ത് ചെയ്തു എന്ന് അറിഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് മാറ്റുക, അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ ഹനയെ അത് പറഞ്ഞു കൊടുക്കും. ഹന അങ്ങനെ ചെയ്യും. ആൻഡ് സദാവ് വാസ് ഡൂയിങ് ദി ഓപ്പറേഷൻ. ആൻഡ് വെൻ ഹന വെൻറ്റ് ടു ഡു ദ അനസ്തെറ്റിക് പ്രൊസീജിയർ, she sees the face of this particular patient and അത് കാണുമ്പോൾ, ആ ഒരു പേഷ്യൻറ്റിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഹന ഓർക്കുന്നു, ഈ വാറിലൊക്കെ പിടിക്കപ്പെടുന്ന സോൾജേഴ്സിനോട് വളരെ ക്രൂരമായി തന്നെയാണ് പെരുമാറാറ് എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്നുള്ളത് മനസ്സിലായി ഹനയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് ന്യൂസ് പേപ്പറിൽ ജാപ്പനീസ് ആർമീസ് എവിടെ പോയാലും അവരെ വളരെ ജോയ്ഫുള്ളി റിസീവ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ന്യൂസ് വായിച്ചതൊക്കെ ഓർത്തെടുക്കുന്നു. അതേസമയം ഹന വേറൊരു കാര്യം കൂടി ഓർക്കുന്നു. അവരുടെ ജാപ്പനീസ് ജനറൽ ടാക്കിമ എന്ന് പറയുന്ന വ്യക്തി പല വാഴ്സും ജയിച്ചിട്ടുണ്ട്, ജാപ്പാനിന് വേണ്ടി കുറേ ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിലും വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വൈഫിനോട് വളരെ ക്രൂവലായിട്ടാണ് ആൾ പെരുമാറിക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ആളുടെ അടുത്തോട്ട്
ഈ ഒരു എനിമീനെ ഇട്ട് കൊടുത്താൽ എന്തായിരിക്കും ഈ എനിമിയുടെ അവസ്ഥ എന്ന് ഹന ആലോചിക്കുന്നു. അങ്ങനെ ഇതൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് ഹന ഒരു പ്രത്യേകതരം സ്കാർസ് ചെവിയുടെ അടിയിലായിട്ട് ഈ പേഷ്യൻറ്റിനുള്ളത് ശ്രദ്ധിക്കുന്നത്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ സദാവ് അതിന് ഉത്തരം പറഞ്ഞില്ല. കാരണം സദാവ് ഓപ്പറേഷൻ ചെയ്ത് ഓൾമോസ്റ്റ് ഹി ഹാഡ് റീച്ച്ഡ് to find the bullet, and he thinks that the bullet is dangerously near to the kidney of the patient. പേഷ്യൻ്റെ കിഡ്നിയുടെ തൊട്ടടുത്ത് ആണ് ഈ ഒരു ബുള്ളറ്റ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് ആണ് സദാവുക്ക് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സദാവ് അമേരിക്കയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സദാവിൻ്റെ പ്രൊഫസർ പറയുന്നത് ഓർത്തെടുക്കുന്നു. ഒരു സർജൻ അല്ലെങ്കിൽ ഒരു ഡോക്ടറിന് ഒരു ബോഡിയുടെ അനാറ്റമിയെ പറ്റി നന്നായി വിവരമുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഡോക്ടറായിട്ട് ഒരു സർജറിയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് എല്ലാ കൊല്ലവും ഉറക്കെ ആ ഒരു പ്രൊഫസർ പറയുന്നത് ഓർത്തെടുക്കുന്നു. എന്തൊക്കെയായാലും ബോഡീനെ പറ്റി നല്ല എക്സ്പേർട്ട് ഐഡിയ വെച്ചിരുന്ന സദാവ് ഒരു എക്സ്പേർട്ട് സർജൻ കൂടി ആയിരുന്നുകൊണ്ട് ഓൾമോസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ബുള്ളറ്റ് അദ്ദേഹം എടുത്ത് മാറ്റും. ഇനിയും സദാവിനുള്ള ഒരു പ്രത്യേക ഒരു ക്യാരക്ടർ എന്തായിരുന്നു എന്ന് വെച്ചാൽ whenever he was too much involved in doing a surgery, he always used to talk to the patient. അതേപോലെ തന്നെ ഇവിടെയും കണ്ടമാനം ഇൻവോൾവ് ആയിരുന്നുകൊണ്ട് തന്നെ എനിമിയായി കിടക്കുന്ന ആ പേഷ്യൻറ്റിനെ യു ആർ ഓൾ റൈറ്റ് മൈ ഫ്രണ്ട്, ദ ബുള്ളറ്റ് ഈസ് നോട്ട് നിയർ യുവർ കിഡ്നി, ഡോണ്ട് വറി, ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട് ആസ് എ ഹാബിച്വൽ റൂട്ടീൻ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സോ കോൺട്രാസ്റ്റ് നോക്കൂ, എനിമീനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ എനിമീനെ അദ്ദേഹം മൈ ഫ്രണ്ട് എന്ന് പറയുന്ന അഡ്രസ്സ് ചെയ്യുന്നത് ഇവിടെ കാണാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഈ എനിമിക്ക് ഈ ഒരു അമേരിക്കൻ സോൾജറിന് ചെറുതായിട്ടൊരു ഓർമ്മ വരും. ദി ഗോട്ട് മൈ ഗട്ട്സ്, അവരെൻ്റെ ജീവിതം തന്നെ എടുക്കാൻ പോണു, അല്ലെങ്കിൽ അവരെന്നെ ഭീകരമായിട്ട് ആക്രമിച്ചു, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ ഒരു മർമറിങ് വേയിൽ ഈ ഒരു പേഷ്യൻ്റ് പറയും. വീണ്ടും അദ്ദേഹം അൺകോൺഷ്യസ് ആവും. ഇത് കാണുമ്പോൾ സദാവ് നെർവ്സ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കാൻ തുടങ്ങും. സദാവ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സദാവിൻ്റെ ഉള്ളിൽ എനിമിയാണെന്നുള്ളൊരു ഹേറ്റ്രഡ് ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഭാര്യയോട് പറയും ഇനിയും അനസ്തീഷ്യ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആൾ പേഷ്യൻറ്റിനെ ഒന്നും കൂടി ഒന്ന് പരിശോധിച്ചിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ആ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞ് വീണ്ടും പരിശോധിച്ച് നോക്കുമ്പോൾ ഈ എനിമിയുടെ പൾസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണും. അത് കാണുമ്പോൾ സദാവ് ഹനിയോട് പറയും ഇനിയും പേടിക്കേണ്ട, ഇവൻ തീർച്ചയായിട്ടും രക്ഷപ്പെടും. അങ്ങനെ ഒരുവിധം ഡോക്ടർ സദാവ് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ സീരിയസ് കണ്ടീഷനിൽ നിന്നും ആ പേഷ്യൻറ്റിന് ഒരുവിധം നന്നായി ഡേഞ്ചർ സോണിൽ നിന്ന് പുറത്ത് കൊണ്ടുവരും. ഈ ഒരു പേഷ്യൻറ്റ് പതുക്കെ ബെറ്ററായി തുടങ്ങും. ഈ ബെറ്ററായി ഒരുവിധം നന്നായി ഇരുന്ന സമയത്ത് ഹന ആണ് മൊത്തം കെയർ ചെയ്തത്. കാരണം സെർവൻസ് എല്ലാവരും പറഞ്ഞിരുന്നു അവരാരും നോക്കില്ല, എനിമീനെ സഹായിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു അമേരിക്കൻ പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് മൊത്തം ഹനയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹന കയറി ചെല്ലുമ്പോൾ ഈ ഒരു പേഷ്യൻ്റ് എഴുന്നേറ്റ് നിൽക്കാൻ നോക്കുന്നു. അപ്പോൾ ഹന പറയും അങ്ങനെ ചെയ്യേണ്ട, നിങ്ങളവിടെ കിടന്നോളൂ എന്ന് നല്ല ഇംഗ്ലീഷിൽ പറയുമ്പോൾ അമേരിക്കൻ സോൾജർ ചോദിക്കും നിങ്ങളെങ്ങനെയാണ് ഇത്ര നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹന പറയും ഞാൻ പഠിച്ചത് മൊത്തം അമേരിക്കയിലാണ്, ഞാൻ എൻ്റെ മെയിൻ എഡ്യൂക്കേഷൻ ചെയ്തത് അമേരിക്കയിലാണ് എന്ന് പറയും. അങ്ങനെ അവർ തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടാകുമ്പോഴാണ് സദാവ് കയറി വരുന്നത്. സദാവ് കയറി വരുമ്പോൾ ഈ ഒരു പേഷ്യൻ്റ് ഇരിക്കുന്ന കാണുമ്പോൾ സദാവ് പറയും നിനക്ക് ചാവാനാണോ താല്പര്യം, ഇങ്ങനെ ഇരിക്കരുത്, കിടന്നോളൂ എന്ന് പറയും. അങ്ങനെ കിടന്നിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അമേരിക്കൻ സോൾജർ സദാവോട് ചോദിക്കും താങ്കൾ ഇനി എന്താണ് ചെയ്യാൻ പോണത്. അപ്പോൾ സദാവ് പറയും ഞാൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോണതെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, നിനക്ക് എന്താ പറ്റിയെന്നോ എന്താ നിൻ്റെ പേരെന്നോ ഒന്നും എന്നോട് പറയണ്ട, ഞാൻ ചോദിച്ചാൽ മാത്രം എന്നോട് നീ സംസാരിച്ചാൽ മതി എന്ന് കൈകൊണ്ട് ഈ പേഷ്യൻ്റ് എന്തോ പറയാൻ പോകുമ്പോഴത്തേനും സദാവ് ഇങ്ങനെ പറഞ്ഞ് ഈ പേഷ്യൻറ്റിൻ്റെ വായടപ്പിക്കും. ഈ സമയം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം ഹന പുറത്ത് പോയിരുന്നു. ഈ പരിശോധനയൊക്കെ കഴിഞ്ഞ് സദാവ് പുറത്തിറങ്ങുമ്പോൾ ഹന ആകെ ടെൻസ്ഡായിട്ട് ഇരിക്കുന്ന ഒരു കണ്ടീഷനിലാണ് സദാവ് ഹനീനെ കാണുന്നത്. അപ്പോൾ എന്തായിരുന്നു മാറ്റർ എന്ന് വെച്ചാൽ എല്ലാ സെർവൻസും വളരെ ദേഷ്യത്തിലായിരുന്നു.
അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സദാവും ഹനയും അമേരിക്കയിൽ പഠിച്ചുകൊണ്ട് അവർക്ക് അമേരിക്കൻ ആൾക്കാരോട് ആണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ടാണ് ഈ ഒരു അമേരിക്കൻ സോൾജറിനെ ഇത്രയും ദിവസമായിട്ടും ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ച് രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു ഫീലിംഗ് അവരെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് വന്നു. അതുകൊണ്ട് അവരെല്ലാവരും ഇവിടെ എഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുന്നു എന്നുള്ളൊരു ന്യൂസ് കൊടുക്കാനാണ് ഹന അവിടെ വിഷമിച്ച് നിന്നിരുന്നത്. ഹന പറയുന്നത് കേട്ടപ്പോൾ സദാവ് പറയും, അവരോട് പറയൂ, ഞാനൊരു ഡോക്ടറായത് മാത്രമാണ് ഒരു പേഷ്യൻറ്റിനെ രക്ഷിക്കുക എന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ഒരു ഫീലിങ്സും ഇല്ല. ഐ ആം എ ട്രൂ പേട്രിയോട്ട് എന്നുള്ളത് സെർവൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. ബട്ട് സെർവൻസിന് അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു. അവരെല്ലാവരും ഇവരുടെ വീട്ടിൽ നിന്നും പോകും. പിറ്റേ ദിവസം ഹന എഴുന്നേറ്റ് നോക്കുമ്പം ഒരു സെർവൻറ്റും അവരോട് വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഹനയ്ക്ക് മനസ്സിലാവും ഇവരെല്ലാവരും റെബലായി മാറിയേക്കുവാണ്. ഇനി ഈ ഒരു അമേരിക്കൻ പ്രിസണർ ഇവിടുന്ന് പോകുന്നിടം വരെ ഇവരിവിടെ ജോലിയൊന്നും ചെയ്യില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഹന അവരെ എല്ലാവരെയും വിളിച്ചിട്ട് അവരുടെ അക്കൗണ്ടൊക്കെ സെറ്റിലാക്കിയിട്ട് അവർക്ക് പൈസയൊക്കെ കൊടുത്ത് അവരെ അവിടെ നിന്ന് വിടും. യൂമി അവിടെ നിന്ന് പോകാറാകുമ്പോഴത്തേനും കുഞ്ഞുങ്ങളെ മിസ് ചെയ്യും എന്നോർത്ത് കരയുമായിരുന്നു. എന്നിട്ട് ഹനിയോട് പറയും, കുട്ടികൾ രാത്രിയിൽ എന്നെപ്പറ്റി ചോദിച്ചാൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, എൻ്റെ വീട് അറിയാമല്ലോ, എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കുട്ടികളുടെ അടുത്ത് വന്നോളാം എന്ന് പറയും. ഹനയ്ക്ക് പക്ഷേ ഇവരോടൊക്കെ ദേഷ്യമായിരുന്നു. ഹന അവരോട് ഞാൻ വിളിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടി എത്ര കിടന്ന് കരഞ്ഞാലും ഞാൻ ഇവരെ വിളിക്കില്ല എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരുന്നു നമ്മുടെ ഹന അവിടെ നിന്നിരുന്നത്. എന്നിട്ട് ഇവർ പോയി കഴിഞ്ഞിട്ട് ഹസ്ബൻഡും വൈഫും കൂടി പറ്റുന്ന രീതിയിലൊക്കെ അവരുടെ വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യും. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ദിവസം ഹന ഈ അമേരിക്കൻ പ്രസിഡൻ്റ് റൂമിൽ കെയർ കൊടുക്കാൻ പോയപ്പോൾ അവൻ പറയും, എൻ്റെ പേര് ടോം എന്നാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സദാവ് ഡെയിലി ഈ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യാൻ വരുമ്പം പേഷ്യൻറ്റ് സദാവോട് പറയും, ഞാൻ താങ്കളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു, പക്ഷേ താങ്കൾ എന്താണ് ഇനിയും അടുത്ത പ്ലാൻ എന്താ എന്ന് ചോദിച്ചപ്പോൾ സദാവ് പറയും, ഞാൻ ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ നീ എന്നെ ഇപ്പോഴും താങ്ക് ചെയ്യാറായിട്ടില്ല, ഇനിയും സമയം ബാക്കിയുണ്ടെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ പ്രസിഡൻറ്റിനൊരു പേടി തോന്നും, എന്താണ് സദാവോടെ പ്ലാൻ എന്നുള്ളത് അറിയാൻ വയ്യാട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് സദാവ് പോലീസ് ഓഫീസറിന് ഈ ഒരു പ്രിസണറിനെ കിട്ടിയ ദിവസം മുതൽ പ്രസൻറ്റ് ഡേ വരെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ലെറ്റർ പോലെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 21-ാമത്തെ ദിവസം, ഫെബ്രുവരിയിലത്തെ 21-ാമത്തെ ദിവസം ആണ് ഈ ഒരു പ്രിസണർ നമ്മളുടെ സദാവോടെ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തുന്നത്. ഓക്കെ, അവിടെ നിന്നും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ ഈ പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിനകത്ത് ആദ്യത്തെ പ്രശ്നമാണ് നമ്മളുടെ സെർവൻസ് എല്ലാവരും അവരുടെ വീട്ടിൽ നിന്നും ഇവരോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇവൻ ഏറ്റവും പഴയ ജോലിക്കാരായ കുക്ക് ആൻഡ് ഗാർഡനർ പോലും ഇവിടെ നിന്നും അങ്ങ് പോകും. ഈ ഗാർഡനർ എന്ന് പറയുന്ന ആൾ സദാവുടെ അച്ഛൻ ഉണ്ടായിരുന്ന കാലം മുതലേ ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർക്ക് പോലും താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു അമേരിക്കൻ സോൾജറിനെ അവരുടെ ബോസ് ഇനി ഒരു ജാപ്പനീസ് ആയിട്ടും ഒരു അമേരിക്കൻ ആളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനെക്കാട്ടിലും കൂടുതലായിരുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോകും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നടന്നത് എന്താണെന്ന് വെച്ചാൽ, അന്ന് തന്നെ ഒരു ആർമി ഓഫീസർ അവരുടെ സദാവുടെയും ഹനയുടെയും വീട്ടിൽ വരും. ഇത് കാണുമ്പോൾ ഹന ശരിക്കും പേടിച്ചു പോകും. ഈ സെർവൻസ് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് അവർ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് ഈ ആർമി പേഴ്സണൽ വന്നതാണ് എന്നുള്ളൊരു പേടി ഹനയ്ക്കുണ്ടാവും. കാരണം ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ, ഒരു എനിമിക്ക് ഷെൽട്ടർ കൊടുത്തതിന് ഇവർ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്നൊരു പേടി വരും. പക്ഷേ അയാൾ വന്നിരുന്നത് ജനറലിന് തീരെ വയ്യാത്തതുകൊണ്ട് സദാവിനോട് ഇത്രയും പെട്ടെന്ന് ജനറലിന് ചികിത്സിക്കാൻ ചെല്ലാൻ പറഞ്ഞു എന്ന് ഒരു ന്യൂസുമായിട്ടാണ് അവർ വന്നത്. അത് കേൾക്കുമ്പോൾ ഹനയ്ക്ക് നല്ല റിലീവാവും. ഷീ ഗെറ്റ്സ് റിലീവ്ഡ് ഓഫ് ഹർ ഫിയർ. ആൻഡ് ദെൻ ഈ ഒഫീഷ്യൽ യൂണിഫോം ഇട്ട് വന്ന ആളുടെ ഒപ്പം സദാവ് പോകും. അവിടെ പോയിട്ട് സദാവ് എല്ലാ കാര്യങ്ങളും ജനറലിനോട് പറയും. ജനറൽ പറയും, എനിക്കിപ്പോൾ വിശ്വാസമായി നീ ഒരു നല്ല ഡോക്ടറാണെന്നുള്ളത്, നീ എന്നെ ചികിത്സിക്കാൻ എപ്പോഴും ഇവിടെ വേണം, നീ
നിന്നെ ഞാൻ ഒറ്റിക്കൊടുക്കില്ല, കാരണം നീ പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരാ ചികിത്സിക്കുന്നത്, അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും ഒറ്റിക്കൊടുക്കില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ നിൻ്റെ വീടിൻ്റെ ഗേറ്റ് അങ്ങ് തുറന്നു വെച്ചോ. ഞാൻ എൻ്റെ കുറച്ച് അസാസിൻസ് ഉണ്ട്, ഞാൻ പറയുന്ന ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ എനിക്കറിയാം, ഞാൻ അവരെ പറഞ്ഞു വിടാം. അപ്പം നീ ഇത്ര മാത്രം ചെയ്താൽ മതി, ആ അമേരിക്കൻ പ്രിസണറുടെ വാതിലും നിൻ്റെ വീടിൻ്റെ ഗേറ്റും തുറന്നിട്ടാൽ മാത്രം മതി. ഞാൻ പറയുന്ന ആൾക്കാർ വന്നിട്ട് അവനെ കൊന്നിട്ട് പൊയ്ക്കോളും, അതൊരു നാച്ചുറൽ ഡെത്തായിട്ട് തന്നെ തോന്നിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ സമാധാനത്തിൽ സദാവ് വീട്ടിൽ വന്ന് അന്നത്തെ ദിവസം രാത്രി ഈ ജനറൽ പറഞ്ഞ പോലെ തന്നെ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട് കിടക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി അദ്ദേഹത്തിന് കിടക്കാൻ പറ്റില്ല ടെൻഷൻ കാരണം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ പോയി നോക്കുമ്പോൾ നമ്മുടെ അമേരിക്കൻ പ്രിസണർ അവിടെ തന്നെ ഉണ്ടാവും. ജനറൽ പറഞ്ഞ പോലെ ഒരു അസാസിനും അവിടെ വന്നിട്ട് ആരെയും കൊന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം സദാവ് വിചാരിക്കും ഓക്കെ, ചിലപ്പം ഇന്നലെ വരാൻ പറ്റുന്നുണ്ടാവില്ല, ഇന്ന് വരുമായിരിക്കും എന്ന് വെച്ച് രണ്ടാമത്തെ ദിവസവും എന്ത് ചെയ്യും, വീണ്ടും സെയിം പ്രൊസീജിയർ ചെയ്യും. വീടിൻ്റെ വാതിലൊക്കെ തുറന്നിടും, ഗേറ്റൊക്കെ തുറന്നിടും. പക്ഷെ അപ്പോഴും ആരും വന്നില്ല. അതിനിടയ്ക്ക് പതുക്കെ നമ്മളുടെ ഈ ഒരു പ്രിസണർ ഹി വാസ് ഗെറ്റിംഗ് വെൽ, അദ്ദേഹം നടക്കാനൊക്കെ തുടങ്ങി. അദ്ദേഹത്തിന് എപ്പോഴും സദാവോട് ഭയങ്കര കടപ്പാടായിരുന്നു. എപ്പോഴും സദാവോട് എൻ്റെ ജീവൻ രക്ഷിച്ച ആളാണെന്നൊക്കെ എപ്പോഴും പറയായിരുന്നു. ബട്ട് സദാവോടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു അമേരിക്ക എന്നുള്ളൊരു ഹേറ്റ്രഡ് ഉണ്ടായിരുന്നു. എനിവേസ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഈ ജനറൽ പറഞ്ഞ പോലെ ആരെയും കാണാണ്ടായപ്പോൾ സദാവ് എന്ത് ചെയ്യും, സദാവ് പറയും നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിനക്കൊരു ബോട്ടും അതിനകത്ത് അത്യാവശ്യ സാധനങ്ങളും ഒക്കെ വെച്ച് തരാം, നീ ഇവിടുന്ന് അടുത്തുള്ള ഐലൻഡിൽ പോയിക്കോ. ഐലൻഡിൽ പോയി കഴിഞ്ഞിട്ട് കൊറിയൻ ബോട്ടുകൾ അതിൻ്റെ തൊട്ടടുത്ത് കൂടി പോകും, അവരെ കാണുമ്പോൾ അവരോട് ഇത് ഹെൽപ്പ് ചോദിച്ചിട്ട് നിനക്ക് പോകാനെടുത്തിട്ട് നിനക്ക് പോവാം. പ്രത്യേകം ശ്രദ്ധിക്കണം, നീ കൊറിയൻ ആൾക്കാരുമായിട്ട് മാത്രമേ കോണ്ടാക്റ്റിൽ വരാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ട് ഒരു ജാപ്പനീസ് ഡ്രസ്സൊക്കെ ഇടിക്കും. ആ ഒരു അമേരിക്കൻ പ്രിസണറിന് ഗോൾഡൻ ഹെയർ ആയിരുന്നുകൊണ്ട് ആ ഗോൾഡൻ ഹെയറിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടവൽ വെച്ചിട്ട് ആ ഹെയറൊക്കെ കവർ ചെയ്ത് അങ്ങനെ ഒരു ബോട്ടിലിരുത്തി ഒരു ടോർച്ച് കൊടുത്തിട്ട് പറയും, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം, നിനക്ക് ഭക്ഷണം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ ആ ടോർച്ച് ഇങ്ങനെ 2 പ്രാവശ്യം ബ്ലിങ്ക് ചെയ്ത് കാണിച്ചാൽ മതി. പക്ഷേ രാത്രിയിൽ കാണിക്കരുത്, രാത്രിയിൽ കാണിച്ചാൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽ പെടും. ഒരു വൈകുന്നേരം ആകുമ്പോൾ എന്നെ അങ്ങനെ ടോർച്ച് ലൈറ്റ് കാണിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പ് ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തിട്ട് സദാവോ ഈ അമേരിക്കൻ പ്രിസണറിനെ ബോട്ടിലിരുത്തി പറഞ്ഞയക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ ജനറലിനെ കാണാൻ പോകുമ്പോൾ ജനറലിനോട് ചോദിക്കും, എന്തുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ അസാസിൻസിനെ വിട്ടില്ല, താങ്കൾക്കറിയോ എൻ്റെ വീട്ടിൽ വന്നിരുന്ന ആ ഒരു അമേരിക്കൻ പ്രിസണർ എസ്കേപ്പ് ആയിപ്പോയി, രക്ഷപ്പെട്ടു പോയി എന്ന് പറയും. അപ്പോൾ ജനറൽ പറയും, ഓ ഞാനന്ന് എൻ്റെ വയ്യാഴിക കാരണം ഞാൻ നിനക്ക് തന്ന പ്രോമിസ് മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം, ഞാനങ്ങനെ മറന്നുകൊണ്ട് ഞാനൊരു ദേശദ്രോഹിയൊന്നും അല്ല, അങ്ങനെ നീ വിചാരിക്കരുത്, നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. അപ്പം സദാവുക്ക് ഭയങ്കര റിലീവാണ്, കാരണം സദാവുടെ ഡ്യൂട്ടി സദാവ് ചെയ്തിരുന്നു, ജനറലിനോട് വന്ന് കാര്യം പറഞ്ഞിരുന്നു. ജനറലിൻ്റെ ഒരു പിടിപ്പുകേട് കാരണമാണ് ഇത്രയും വലിയൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത്, ഈ ഒരു പ്രിസണർ ഓടിപ്പോയിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലാണ് അവിടെ ജനറൽ സംസാരിച്ചത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സദാവുക്കൊരു സമാധാനമാണ്. അങ്ങനെ സദാവ് വീട്ടിൽ വന്നിട്ട് സദാവുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ള എല്ലാ അമേരിക്കൻസിനെയും ഓർക്കും. അവരുടെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഹനയെ മീറ്റ് ചെയ്യാൻ ഇടവന്ന ആ പ്രൊഫസറിനും പ്രൊഫസറിൻ്റെ വൈഫ്, അതുപോലെ ആസ് എ സ്റ്റുഡൻറ്റ് അമേരിക്കയിൽ പോയപ്പോൾ ആരും വീട് റെൻറ്റിന് കൊടുക്കാൻ താല്പര്യം കാണിക്കാത്ത സമയത്ത് ഒരു അമേരിക്കൻ ലേഡി അവരുടെ മിസറബിളായിട്ടുള്ളൊരു വീട് താമസിക്കാനും സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും, അതേപോലെ സദാവുക്ക് ഇൻഫ്ലുവൻസ വന്നപ്പോൾ ആ അമേരിക്കൻ ലേഡി തന്നെ സദാവിനെ പരിപാലിച്ചതും ഒക്കെ ഇങ്ങനെ ഓർത്ത് അവസാനം സദാവുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ള ലാസ്റ്റ് വൈറ്റ് അമേരിക്കൻ മാനായ നമ്മളുടെ ഈ ഒരു പ്രിസണർ ടോമിനെയും പറ്റി ചിന്തിക്കും. എന്നിട്ട് ലാസ്റ്റ് സദാവ് ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് ഈ എനിമി ആയിട്ട് പോലും എനിക്ക് ഈ ഒരു പ്രിസണറിനെ എന്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ തോന്നി, വൈ ഐ ഡിഡ് നോട്ട് കിൽ ഹിം
what is that one thing that stopped me from killing my enemy എന്നുള്ളൊരു ചോദ്യത്തിലാണ് ഈ ഒരു ലെസൺ എൻഡ് ചെയ്യുന്നത്. So basically, why didn't he do this? Because professionally he was a doctor, and doctors are always meant to save people's lives. They are not supposed to kill, even if the person lying in front of you as a patient is your enemy. So strange, he thought, I wonder why I could not kill him. We know why he could not kill him, because he is a lifesaver. He is a doctor. He is supposed to save people, not kill people. Okay, so I hope summary കുറച്ചൊക്കെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ആ ലെസൺ ഒന്ന് പെട്ടെന്ന് വായിച്ചെടുത്താൽ rest of the things will be cleared. Thank you so much for listening. I hope this is helpful to you. Keep waiting for my next videos. I'll be uploading the videos very soon. Keep sharing, keep liking. Bye bye.